അതല്ലേ ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇക്കാടെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡേ കാണിക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. മേലെ ഒരു ചില്ലോടുണ്ട്, അപ്പം അതാണ് ആ വെളിച്ചം കാണുന്നത് അവിടെ. അപ്പോൾ അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാനും യാമയൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓളെ ഒന്നും കൂടി കിടത്തി ഉറക്കിയതിന് ശേഷം ഞാൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിക്ക് പോയി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓളെയും കൊണ്ട് പോയാൽ ഒരു കാര്യവും നടക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളെ ഉറക്കിയതിന് ശേഷം നമ്മൾ കിച്ചണിക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കി. അപ്പോൾ രാവിലെ ഇപ്പാക്ക് ചായയും കടയൊക്കെ ആക്കി ഇമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പാക്ക് എവിടെ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോൾ പോയി. അപ്പോൾ ഞങ്ങൾക്കുള്ളത് ഇന്ന് പുട്ടും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്നത്തെ ചായൻ്റെ കടി. അപ്പോൾ പുട്ടിനുമ്മ കുഴച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ചായയും കടിയൊക്കെ ആവും. നേരത്തെ ചായയും കടിയൊക്കെ കുടിക്കൽ കഴിയും. ഒരു 7 മണി 7:30 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ചായയുടെയൊക്കെ കഴിയുണ്ട്. ചിലപ്പം ഏറിപ്പോയാൽ 8 മണി അത്രയൊന്നും ആവലില്ല, എന്നാലും നേരത്തെ തന്നെ ചായയും കടിയൊക്കെ കുടിച്ച് കഴിയും. ചായം കടയൊക്കെ അതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾക്ക് യാമ എണീച്ചു കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഓളെ അടുത്തേക്ക് അങ്ങനെ പോയി ഓളെ റെഡിയാക്കി. പിന്നെ അപ്പോഴത്തേനും ഉമ്മ ഉച്ചക്കൊക്കെയുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ചിക്കണ്, പിന്നെ കറിക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ചായ എടുക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ അതൊക്കെ. പിന്നെ ഇയാൾ ഇവിടെ സ്ഥിരമുള്ള ഒരാളാണ്. നമ്മൾ വളർത്തണമെന്നല്ല, അവിടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മൾ വളർത്തുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു, ഒരു പേർഷ്യൻ പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് മുമ്പ് ഡെഡായി. എന്താ കാരണം എന്നൊന്നും അറിയില്ല കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചേനു. എന്താ പറയുക, പെട്ടെന്ന് ഒരു 1.5 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. യാമയുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എണീച്ച് വന്നു. ഓന് ഇങ്ങനെ ഉരുളകളാക്കി കൊടുക്കണം കേട്ടോ. പുട്ടും പായം ഇങ്ങനെ ഉരുളകളാക്കി കൊടുക്കണം, എന്നാൽ വേഗം കുടിച്ച് നീച്ച് പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അതും കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യാമയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഊഞ്ഞാലിൽ ആടണവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാനിന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ അനിയന് അഫ്സൽ കൊടുത്തതാണിത് ഗിഫ്റ്റായിട്ട്. അപ്പം അതിലാണ് ഓളിങ്ങനെ അടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിലിരുത്തിയിട്ടാണ് ഞാൻ കഞ്ഞി കൊടുത്തത്. അപ്പോൾ അങ്ങനെ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയുടെയും കാര്യങ്ങളും ചായയുടെയൊക്കെ കഴിഞ്ഞു. അതേപോലെ ഓൾമോസ്റ്റ് കിച്ചണിലുള്ള എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ചോറായി, കറിയായി, പിന്നെ ഉച്ചക്ക് കൂട്ടാൻ ഇന്ന് ചിക്കൻ്റെ പാർട്സാണ് കേട്ടോ. ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണികൾ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ യാമിനെ കുളിപ്പിച്ച് ഉറക്കി അതൊക്കെ അടിച്ചോരി ഇനി തുടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇവിടെ തറവാട് വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വേറൊരു വീട് കയറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് അടിപ്പണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കുടിയിരിക്കലിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ എന്താ പറയുക, ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറയണതിൽ. അതേപോലെ തന്നെ ഞങ്ങളുടെയും വലിയൊരു സ്വപ്നമാണ് ആ ഒരു വീട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ബാക്കി പണികളും കൂടി പെട്ടെന്ന് തീർത്ത് ആ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റണേ എന്നുള്ള ഒരു ആഗ്രഹം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ പിന്നെ എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിനിടയിൽ ഞാനോനെ കാണാനില്ലേനു കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ നോക്കുമ്പോൾ ഓനെ അവിടെ റോട്ടിൽ ഉറുവെള്ളം വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ മീൻ പിടിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് കുട്ടികളുണ്ട് അവൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ഇത് മേലെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മഴക്കാലം മഴ ഇങ്ങനെ അടിച്ച് പെയ്യുമ്പോൾ വരും കേട്ടോ ഈ ഉറുവെള്ളം.
അപ്പോൾ നല്ല ശുദ്ധജലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓന് അതിൽ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഓന് ഭയങ്കര സന്തോഷം ഒരു മീൻ കിട്ടിയപ്പോൾ. അതങ്ങനെ കിട്ടിയതാ. പിന്നെ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിലിടാണ് തിരുമ്പാൻ. ഞാൻ കുറേ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിടും, കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ കല്ലുമ്മ തിരുമ്പും. അങ്ങനെയാണ് കേട്ടോ അവിടെ നിന്ന്. ഇവിടെ പിന്നെ എൻ്റെ വീട്ടിൽ പിന്നെ വാഷിംഗ് മെഷീനിലിടുന്നത് അമ്മക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഫുള്ള് കല്ലുമ്മ തന്നെ തിരുമ്പും. ഞാനിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഉമ്മ വാഷിംഗ് മെഷീനിൽ ഇട്ടോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ നിൽക്കും. അങ്ങനെ പിന്നെ തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. ഇതിനിടയിൽ യാനൂന് ചോറ് കൊടുത്തു, യാമിക്ക് ചോറ് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ചോറുന്നാണ് കേട്ടോ. ചിക്കൻ പാർട്സ് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അമ്മ വെച്ചത് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇതിന് മുമ്പ് അവിടെ സെൻറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വണ്ടി കയറാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം അതിങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ ഫുള്ള് റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ ഒരു മലയാണ്. ഇവിടെ മഴക്കാലത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ആ മഴൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ ഉണ്ടാകുമ്പോഴൊന്നും ശരിക്കും മഴ പെയ്യൂല. ഇത്തവണ പോയപ്പോഴും നല്ല വെയിൽ കേട്ടോ. അതുവരെ മഴ ഉണ്ടേനു. പക്ഷെ ഞാൻ പോയപ്പോൾ ഭയങ്കര വെയിൽ. എന്ത് ചെയ്യാനാ, മഴയൊന്നും വേണ്ടല്ലേ. എന്താ പറയുക, മഴ കൊണ്ടൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മഴ കൊണ്ട് ഇടങ്ങാറാവുന്ന എത്രയോ ആളുകളുണ്ടല്ലേ. മഴ ഒന്ന് മാറിക്കിട്ടിനെങ്കിൽ നിന്നിട്ടിനെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റിലും. ഇപ്പോൾ വയനാടുള്ളതൊക്കെ കണ്ടില്ലേ, എന്തൊരു കഷ്ടമാണ് അവിടുത്തെ ആളുകളുടെ ഒരു അവസ്ഥ അല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാം. അതല്ലാതെ വേറൊന്നും നമുക്ക് അവർക്ക് പകരം കൊടുക്കാൻ പറ്റൂല. കാരണം അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഫാമിലി അതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പം അവനാന് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ ഹാള്. ഞാൻ ഹാളെന്ന് പറയും. ഓലൊക്കെ പൂമുഖം, തായരി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയല്. ഇവിടെയാണ് കേട്ടോ ഇപ്പം കിടക്കൽ. പിന്നെ ഇതാണ് തായരി എന്ന് പറയും. അപ്പം ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതും പിന്നെ ഒരു ഇടവഴിയാണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഇടവഴിയിൽ 2 റൂമുണ്ട്. ഒന്ന് അപ്പുറ സൈഡും ഒന്ന് ഇപ്പുറ സൈഡും. അപ്പം ഫസ്റ്റ് ഞങ്ങളെ റൂമാണ് കേട്ടോ. ഇവിടെ ആമി ഉറങ്ങുന്നുണ്ട്. അപ്പം സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂച്ച ചാടി ആകെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സീലിംഗ് ഒന്നുമില്ല, ഫുൾ ഓപ്പൺ ആട്ടോ. അപ്പോൾ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. എനിക്കൊരു ഇളച്ചനും ഒരു നാത്തൂനാണുള്ളത്. അപ്പം ഇത് ഇളച്ചൻ്റെ റൂമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഓന് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. വൈഫ് ഇവിടെ അല്ല, ഓളെ വീട്ടിലാട്ടോ. പിന്നെ എനിക്ക് ഒരു നാത്തൂനുണ്ട്. ഞങ്ങളെ 2 കല്യാണം ഒരുമിച്ചേനു. ഓളെ കെട്ടിച്ച വീട്ടിലാണ് കേട്ടോ. കാരക്കുന്നൊക്കെയാണ് ഓളെ കെട്ടിച്ചിട്ടുള്ളത്. 2 കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ഓലെ റൂം കണ്ടില്ലേ. ഇനി ഇത് ആദ്യത്തെ കിച്ചണേനു. അപ്പം ഇത് ആ കിച്ചണിൻ്റെ ചിമ്മിണിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരു ഷോക്കേസ് ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് അത് മാറി കേട്ടോ. ഈ ചില്ലോട് വെച്ചുകൊണ്ട് രാവിലെയൊക്കെ നല്ല വെളിച്ചമാണ് കേട്ടോ അകത്തേക്ക്. നമ്മൾ പ്രത്യേകിച്ചൊരു ലൈറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നല്ല സൂര്യപ്രകാശം കിട്ടും. ഇത് പിന്നെ ഇപ്പൻ്റെ റബ്ബർ ഷീറ്റാണ്. ഇതൊക്കെ പുകയിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ റൂമിന് നമ്മൾ സ്റ്റോർ റൂം എന്നാണ് പറയാം കേട്ടോ. അപ്പം ആ റൂമിൽ നിന്നായിരുന്നു ബാത്റൂമൊക്കെയുള്ള ഡോറുള്ളത്. പക്ഷേ അവിടെ ആരെങ്കിലുമൊക്കെ എപ്പോഴേലും കിടക്കുമ്പോൾ നമ്മൾ ഈ ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്ത് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ വർക്ക് ഏരിയ. ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ.
ഇത് നമ്മുടെ സീതപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ എനിക്ക് ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എപ്പോഴേലും ഒക്കെ എടുത്ത് കഴിക്കുന്നല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമല്ല, ഒരുപാടുണ്ട്. പിന്നെ ഇത് ഇപ്പാൻ്റെ റബ്ബർ ഷീറ്റിന് പാല് കൂട്ടി വെച്ചതാണ് കേട്ടോ. ഇതിന് ഷീറ്റാക്കി അടിക്കണം, എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. നല്ല നയിപ്പുള്ള പരിപാടിയാണ്. അപ്പോൾ നട്ടുച്ച സമയം ഒന്ന് വിശ്രമിക്കട്ടെ കേട്ടോ. യാമിത് അവളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്, ഞാനും അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് പോവാണല്ലോ, മഞ്ചേരിക്ക് തിരിച്ച് പോവാണ്. അപ്പം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പം ഇപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉപ്പാക്ക് ചായയൊക്കെ കൊടുത്ത് അവിടെ വർത്താനത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ചായ എടുക്കാമെന്ന് കരുതി അങ്ങനെ ചായ എടുക്കുകയാണ്. അച്ചപ്പാണ് കേട്ടോ ചായക്ക് കടി. അപ്പോൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ കൊടുന്നാക്കാൻ മീനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൊണ്ടുപോകാൻ ഇപ്പം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല മയക്കോളുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ ഞാനും നേരത്തെ പിടിച്ചില്ല മീൻ. ആ മീനൊക്കെ കൊണ്ടാണോ പോകുന്നത് കേട്ടോ. അവന് ഭയങ്കര നിർബന്ധം അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഇക്കാടെ വീട്ടിലത്തെ ഒരു ഡേ ഇവിടെ തീരാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അത് പ്രത്യേകം പറയണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുവരേക്കും. ബായ്.